2013 ഇതേ മന്ത്രി UDFന്റെ ഭാഗമായിരുന്നപ്പോൾ സമാന പരാതി വന്നപ്പോൾ എന്തായിരുന്നു ഇടത് നേതാക്കളുടെ അന്നത്തെ പ്രതികരണം എന്ന് കൂടി നോക്കാം. മുഖ്യമന്ത്രിയും മന്ത്രിയും എന്നൊക്കെ പറഞ്ഞാൽ ഈ സമൂഹത്തിലെ ഉന്നതമായ സ്ഥാനങ്ങളാണ്. അത്തരം സ്ഥാനങ്ങളിലിരിക്കുന്നവർ പാലിക്കേണ്ട മര്യാദകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്നുണ്ടെങ്കിൽ അത്തരമൊരാളെ സംരക്ഷിക്കാൻ പാടില്ല. യാമിനിത്തങ്കച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെയാകെ അറിയിച്ചതുപോലെ തന്നെ അങ്ങനെ പൊട്ടിക്കരയാൻ ഇടയാകത്തക്ക തരത്തിലുള്ള കൊള്ളുകില്ലാത്ത ഒരു മന്ത്രിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ ഗവർണർക്ക് ആ രാജി ഫോർവേഡ് ചെയ്തുകൊണ്ട് അയക്കേണ്ടതായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ IPC 498 വകുപ്പ് അനുസരിച്ചുകൊണ്ട് പോലീസ് ഒരു കേസ് ഇന്നലെ തന്നെ രജിസ്റ്റർ ചെയ്തു. ജാമ്യമില്ലാത്ത ഒരു കുറ്റമാണ്. പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടതൊരു കുറ്റമാണ് അദ്ദേഹം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി രാജിവെച്ചത്. എന്നാൽ മന്ത്രി രാജിവെച്ചത് കൊണ്ട് മാത്രം ഈ പ്രശ്നം തീരുന്നില്ല. ഇത്തരം ഒരു നിലയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടാണ്. യാമിന് നടത്തിയുള്ള വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി തന്നെ വഞ്ചിച്ചു എന്ന് പരസ്യമായി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പോഴത്തെ ആരോപണത്തെ അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സർക്കാരിന് കഴിയില്ല. കാരണം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളോട് 0 ടോളറൻസ് പ്രഖ്യാപിച്ചിട്ടുള്ള സർക്കാരാണ്. പോരാത്തതിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസുകളിലടക്കം വളരെ ശക്തമായി ഇടപെട്ടിട്ടുള്ളതാണ് സമീപകാല ചരിത്രം.